യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ ജനങ്ങളെ പല വിഭാഗങ്ങളായിട്ടാണ് മഹ്ശറിലേക്ക് കൊണ്ടുവരിക എന്ന ആശയമുള്ള ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് നബിയെ എന്ന് ഒരു സ്വഹാബി വന്നിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്. ആ സമയത്ത് മുത്തനബി തങ്ങൾ ഫബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വല്ലാതെ കരഞ്ഞുപോയി സഹോദരങ്ങളെ. ഹത്താ ബലത്തുറാബു മിൻ ദുമൂഇ ഐനൈ, അവിടുത്തെ കണ്ണുനീര് കൊണ്ട് മണ്ണ് വരെ നനഞ്ഞുപോയി. ആ രൂപത്തിൽ ഹബീബായ തങ്ങൾ കരഞ്ഞുപോയി. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹ സാഇൽ സഅൽതനി അൻ അംരിൻ അളീം, മഹത്തായ വലിയ ഗൗരവമുള്ളൊരു വിഷയത്തെ കുറിച്ചാണല്ലോ എന്നോട് നീ ചോദിച്ചിട്ടുള്ളത് മനുഷ്യ, എന്നോട് നീ ആവശ്യപ്പെട്ടത് ചോദിച്ചത് എന്ന് ഹബീബായ തങ്ങൾ ആ വ്യക്തിയോട് പറയാ. ഹബീബായ തങ്ങളുടെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ കടന്നു വന്നാൽ, അഹ്ശുറുല്ലാഹു തആല ഉമ്മത്തി മിൻ ഖുബൂരിഹിം, എന്റെ ഉമ്മത്തിനെ അവരെ ഖബറുകളിൽ നിന്ന് അല്ലാഹു കൊണ്ടുവരുന്നത് അലാ ഇസ്നയാശറ ഫൗജ, 12 വിഭാഗമായിട്ടാണ് എന്റെ സമുദായത്തിനെ ഖബറുകളിൽ നിന്ന് കൊണ്ടുവരിക. 12 വിഭാഗം. അതിൽ ഓരോ വിഭാഗത്തെയും ഹബീബായ തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഒരൊറ്റ വിഭാഗത്തിന് മാത്രം നമുക്കിന്ന് പറയാം. അൽ ഫൗജുൽ അവ്വൽ, ഒന്നാമത്തെ വിഭാഗം ഫയശ്റൂന മിൻ ഖുബൂരിഹിം, അവരവരുടെ ഖബറുകളിൽ നിന്ന് വരുന്നത് രൂപമേതാണ്? ലൈസ ലഹും ഐദും വലാ അർജുൽ, അവർക്ക് കൈകളില്ല, അവർക്ക് കാലുകളില്ല. കൈകാലുകൾ നഷ്ടപ്പെട്ട രൂപത്തിലാണ് അവർ ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് കടന്നു വരുന്നത്. മരിക്കുന്ന സമയത്ത് കാലില്ലാതെ മരിച്ചവരല്ല, ജനിച്ച സമയത്ത് കൈകാല് നഷ്ടപ്പെട്ട് ജനിച്ചവരല്ല, പൂർണ്ണ രൂപത്തിൽ ജനിച്ച് മരണപ്പെട്ടു പോയ ആളുകളാണ്. പക്ഷേ അവർ ഖബറുകളിൽ നിന്ന് വരുന്ന രംഗം, അവർക്ക് കൈകളില്ല, അവർക്ക് കാലുകളില്ല. ഇയഞ്ഞുകൊണ്ട് അവർ മഹ്ശറിലേക്ക് വരികയാണ്. അവരാരാണെന്ന് ചോദിക്കുമ്പോൾ അതാ ഒരു വിളിയാളം കേൾക്കുകയാണ്. ഫയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, ഹൗലാഇല്ലദീന കാനൂ യുഊനൽ ജിറാൻ, ആരാണ് ഈ കൈയില്ലാത്തവർ കാലില്ലാത്തവരെന്നോ? അവർ ദുനിയാവിൽ ജീവിച്ചപ്പോൾ അയൽവാസികളെ പ്രയാസപ്പെടുത്തിയവരാ, അയൽവാസികളെ സങ്കടപ്പെടുത്തിയവരാ, അയൽവാസികളെ വിഷമിപ്പിച്ചവരാണ്. ആ രൂപത്തിൽ മാത്തൂവലം യത്തൂബ്, അവർ മരണപ്പെട്ടുപോയി. ചെയ്ത തെറ്റിന് തോബ അവർ ചെയ്തില്ല. ഫഹാദാ ജസാഉഹും വമസീറുഹും മിനന്നാർ, അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ ഇതാണ്. അവർ മടങ്ങുന്നത് നരകത്തിലേക്കാണ് എന്ന് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന്